നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളക്കരയാകെ ഏറ്റുപാടിയ ഗാനമായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സർക്കാരിനും CPM-നും എതിരെ ഇറങ്ങിയ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന ഗാനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റി സ്വർണം ചെമ്പാക്കി മാറ്റിയെന്നും ശാസ്താവിന്റെ ധനമൂറ്റിയെന്നും സഖാക്കളാണ് സ്വർണം കട്ടതെന്നും പറയുന്ന ഈ പാട്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോഴും ഷെയർ ചെയ്യുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ UDF വിജയത്തിന്റെ ആഘോഷവും ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചകളും അവലോകനങ്ങളും നാട്ടിൽ പൊടിപിടിക്കുമ്പോഴും ഈ പാരഡി ഗാനം തീർത്ത തരംഗത്തിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വൈറലായ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന പാട്ടിന്റെ വരികൾ എഴുതിയയാളെ തിരയുകയാണ് ഇപ്പോഴും. UDF വിജയത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥും ഈ ഗാനം പാടി പങ്കുവച്ചു. അതേസമയം ഈ വരികൾ എഴുതിയ ആളെക്കുറിച്ചോ പിന്നിൽ പ്രവർത്തിച്ചവരോ ആരാണെന്ന് അറിയില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ ഈ വരികൾ എഴുതിയ GP കുഞ്ഞബ്ദുള്ള ചലപ്പുറം ഖത്തറിലെ പ്രവാസികൾക്കിടയിൽ സുപരിചിതനാണ്. ബിസിനസ് സംരംഭവുമായി 4 പതിറ്റാണ്ടായ ഖത്തർ പ്രവാസിയായ അദ്ദേഹം കോഴിക്കോട് നാദാപുരം സ്വദേശിയാണ്. 600ഓളം പാട്ടുകൾ എഴുതിയ അദ്ദേഹം തന്റെ 120ഓളം മാപ്പിള പാട്ടുകളുടെ സമാഹാരമായ വർണ്ണചരിത്രം എന്ന പുസ്തകവും ഒടുവിലായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ വരികൾ നാട്ടിലെ സുഹൃത്തായ ഹനീഫ മുടിക്കോട്ടിന് അയച്ചു നൽകുകയായിരുന്നു. ഡാനിഷാണ് ആദ്യം മ്യൂസിക് ചെയ്തിരുന്നത്. തുടർന്ന് CMS മീഡിയയുടെ ഉടമയായ സുബൈർ പന്തല്ലൂരുമായി ബന്ധപ്പെട്ട് പാരഡി ഗാനം പുറത്തിറക്കിയായിരുന്നു. നാസർ കൂട്ടിലങ്ങാടിയാണ് പാട്ട് പാടിയത്. പുറത്തിറങ്ങിയതോടെ പാട്ട് നാട്ടിലെങ്ങും ഹിറ്റായി. ഓർമ്മയിലുണ്ടായിരുന്ന അയ്യപ്പ ഭക്തിഗാനത്തിന്റെ ഈണത്തിലാണ് പാട്ട് എഴുതിയതെന്ന് GP കുഞ്ഞബ്ദുള്ള പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ശബരിമലയടക്കം ജനവിരുദ്ധമായ ഇടതു സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ തിരിച്ചടിയാണെന്നും ആ നിലപാടുകൾ തിരുത്താൻ അവർ സന്നദ്ധമാകണമെന്നും ഇടതുപക്ഷക്കാർ തന്നെ പിണറായിനെതിരെ രംഗത്ത് വന്നെന്നും GP കുഞ്ഞബ്ദുള്ള പറയുന്നു. നാട്ടിൽ നിന്ന് സുഹൃത്തുക്കളും ബന്ധുക്കളും തുടർച്ചയായി വിളിച്ച് സന്തോഷങ്ങൾ പങ്കുവെക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ സ്വർണ്ണപ്പാളികൾ മാറ്റിയെ ശാസ്താവിൻ ധനമൂറ്റിയെ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണ് അയ്യപ്പ ഇങ്ങനെ പോകുന്നു പാട്ടിലെ വരികൾ. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന് ജനപ്രിയ ഭക്തിഗാനത്തിന്റെ ട്യൂണിലാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. 3ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയ വ്യക്തിയാണ് കുഞ്ഞബ്ദുള്ള ചാലപ്പുറം. ജീവിതാനുഭവങ്ങളും യാത്രകളും മുന്നിൽ തുറന്നു വെച്ച അറിവിന്റെ വെളിച്ചത്തിൽ 600ഓളം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ കലാകാരൻ. ജനിച്ച നാടിനോടുള്ള കൂറും കടമയുമാണ് തന്നെ നിരന്തരം എഴുതാൻ പ്രേരിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഗാനരചയിതാവിന്റെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ 30 വർഷത്തോളമായി ഗാനങ്ങൾ എഴുതുന്നുണ്ട്. മാപ്പിള പാട്ടുകൾ എഴുതിയാണ് തുടങ്ങിയത്. പിന്നെ പൊതുകാര്യങ്ങളിലും പൊതു പ്രശ്നങ്ങളിലും പ്രതികരിക്കും. അത് പാട്ടിലേക്ക് കൂടി കൊണ്ടുവന്നു എന്ന് മാത്രം. ലക്ഷക്കണക്കിന് ഭക്തന്മാരെ മുറിവേൽപ്പിച്ച ഒരു പ്രശ്നമാണല്ലോ ശബരിമല സ്വർണ്ണപ്പാളി വിഷയം. അതിനെ അഭിസംബോധന ചെയ്യുക എന്നത് നമ്മുടെ കടമയാണെന്ന് തോന്നി. അത് പാട്ടിലൂടെ അവതരിപ്പിച്ചു. അതിപ്പോൾ UDFന്റെ വിജയത്തിൽ പങ്കുവഹിച്ചു എന്നറിഞ്ഞപ്പോൾ സന്തോഷം. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം ഉൾക്കൊള്ളുന്നത് കോൺഗ്രസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് ആണ്. ഈ ആശയം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന മറ്റൊരു രാഷ്ട്രീയം എന്തെങ്കിലും ഉദയം ചെയ്താൽ അന്ന് അവരെ പിന്തുണയ്ക്കാം. രാജ്യത്തോട് കൂറുള്ള ഭരണാധികാരികളെയാണല്ലോ നമുക്ക് വേണ്ടത്. രാജ്യമുണ്ടെങ്കിലല്ലേ അടികൂടാനും സ്നേഹിക്കാനും യാത്ര ചെയ്യാനും കൃഷി ചെയ്യാനും ഒക്കെ പറ്റുമെന്നും അദ്ദേഹം പറയുന്നു. പാടിയ പാട്ട് അപ്രതീക്ഷിതമായി വൈറലായതിൻ്റെ ത്രില്ലിലാണ് ഡാനിഷ് മലപ്പുറം എന്ന ഗായകൻ. തിരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ തുടങ്ങുന്നതിന് മുൻപ് പാടിവെച്ച ഒരുപാട് ഗാനങ്ങളിൽ ഒരു ഗാനം അത്രേ ആ പാട്ടിനെ കരുതിയിരുന്നുള്ളൂ ഡാനിഷ്. ഇപ്പോൾ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും ഇടയിൽ താരമാണ് ഡാനിഷ്. ആ പാട്ട് എവിടെ കേട്ടാലും കൂട്ടുകാരെടുത്ത് അയച്ചു തരുമെന്നും ഡാനിഷ് പറയുന്നു. എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് എത്തിയതെന്ന് ഡാനിഷ് വിശദീകരിക്കുന്നു. പാട്ട് ഇത്രയും വൈറലാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോയിൽ വെച്ചാണ് റെക്കോർഡ് ചെയ്തത്. ഇലക്ഷന്റെ ഭാഗമായി വന്ന വർക്കാണ്. ഇത്ര വൈറലാകുമെന്ന് കരുതിയില്ല. വരികൾ എഴുതിയത് GP ചാലപ്പുറമാണ്. പ്രവാസിയാണ് അദ്ദേഹം. ഞാനും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഹനീഫ മുടിക്കോട് എന്ന സംഗീത സംവിധായകൻ പറഞ്ഞിട്ടാണ് ആ പാട്ട് എന്നിലേക്ക് എത്തിയത്. ഇങ്ങനെ ഒരു വിഷയം, അതിന് പറ്റിയ ട്യൂൺ പാടിക്കോ എന്ന് പറഞ്ഞു തന്നതാണ്. അങ്ങനെ പാടി. സുബൈർ പന്തല്ലൂരാണ് പബ്ലിഷ് ചെയ്തത്. പിന്നെ പാട്ട് വൈറലായി എന്നാണ് അറിയുന്നത്. ഒറിജിനൽ മറന്നുപോയി. ഇപ്പോൾ ഈ പാട്ടാണ് ഓർമ്മ വരുന്നതെന്നൊക്കെ ആളുകൾ പറയുമ്പോൾ സന്തോഷം. പലരും രാഷ്ട്രീയമായ വ്യത്യാസമൊന്നുമില്ലാതെ ഈ പാട്ട് ആസ്വദിച്ചുവെന്നും ഡാനിഷ് പറഞ്ഞു. അപ്രതീക്ഷിതമായി ഹിറ്റടിച്ച വൈറൽ ഗാനത്തിന് ശേഷം മറ്റൊരു രസകരമായ ഗാനത്തിന്റെ പണിപ്പുരയിലാണ് അതേ ടീമെന്നും സുബൈർ വെളിപ്പെടുത്തി. പോറ്റിയെ കേറ്റി എന്ന ഗാനത്തിന്റെ 2ാം ഭാഗം വരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു കത്തുപാട്ട് ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. വാസു ജയിലിൽ നിന്ന് പിണറായി വിജയൻ എഴുതുന്ന കത്തിന്റെ രൂപത്തിലാണ് പാട്ട്. GP ചാലപ്പുറം തന്നെയാണ് ഇതും എഴുതുന്നത്. 10-15 ദിവസത്തിനുള്ളിൽ പാട്ട് റിലീസ് ചെയ്യും. തെരഞ്ഞെടുപ്പിൽ ഓരോ വാർഡിലും ഓരോ സ്ഥാനാർത്ഥികൾക്കായി പാരഡി ഗാനങ്ങൾ പാർട്ടികളും മുന്നണികളും അവതരിപ്പിക്കാറുണ്ട്. നാട്ടിലെ വികസന നേട്ടങ്ങളും അഴിമതികളും എന്നിവ അവതരിപ്പിച്ചു മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെയും വാഗ്ദാനങ്ങൾ പറഞ്ഞും പുറത്തിറക്കുന്ന പാരഡി ഗാനങ്ങൾ വോട്ടർമാരിൽ ചെലുത്തുന്ന സ്വാധീനവും ചെറുതല്ല. അനൗൺസ്മെന്റ് വാഹനങ്ങളിലും സോഷ്യൽ മീഡിയയിലൂടെയും ഇവ ജനങ്ങളിൽ എത്തിച്ച് ഓളമുണ്ടാക്കുകയാണ് സാധാരണ മുന്നണികൾ ചെയ്യാറുള്ളത്.